ലോകത്ത് മിക്കവാറും രാജ്യങ്ങളുമായി സംഘർഷം കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു രാജ്യമായി തീർന്നിരിക്കുകയാണ് ചൈന. തെമ്മാടി രാജ്യങ്ങളുടെ പട്ടികയിലാണ് ലോകം ഇന്ന് ചൈനയെ കൂട്ടിയിരിക്കുന്നത്. ആദ്യം അതിർത്തി തർക്കങ്ങളായി തുടങ്ങി പിന്നീട് തർക്കപ്രദേശങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുക്കുകയും ആ തർക്കപ്രദേശങ്ങളുടെ മേൽ തങ്ങളുടെ സമ്പൂർണ്ണ അവകാശം ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുക എന്നതാണ് ചൈനയുടെ സ്ഥിരം രീതി. ഇന്ത്യയുമായും മറ്റു പല രാജ്യങ്ങളുമായും ചൈനയ്ക്ക് ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ പതിവാണ്. ഇപ്പോഴിതാ ചൈന ഫിലിപ്പീൻസുമായും സംഘർഷത്തിൽ ഏർപ്പെടുകയാണ്. എന്നാൽ ചൈന ഫിലിപ്പീൻസ് സംഘർഷത്തിനിടെ ഇന്ത്യയുടെ ഇടപെടലിനെതിരെ ഇപ്പോൾ ചൈന രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ നിലപാടിൽ ചൈന കടുത്ത അതൃപ്തിയും ഉത്കണ്ഠയും രേഖപ്പെടുത്തി. ദക്ഷിണ ചൈന കടലിൽ ചൈനയും ഫിലിപ്പീൻസും തമ്മിൽ സംഘർഷമുണ്ട്. ദക്ഷിണ ചൈന കടലിൽ ചൈന ഫിലിപ്പീൻസ് സംഘർഷം തുടരുന്നതിനിടെ ഫിലിപ്പീൻസിന് പിന്തുണ പ്രഖ്യാപിച്ച് മനിലയിൽ വെച്ച് ഫിലിപ്പീൻസ് വിദേശകാര്യ സെക്രട്ടറി എൻറിക് മണാലോയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന പത്രസമ്മേളനത്തിലാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത്. ദക്ഷിണ ചൈന കടലിൽ ചൈന നടത്തുന്ന ആക്രമണോത്സുകമായ നടപടികൾക്കെതിരെ ഫിലിപ്പീൻസ് പ്രതിഷേധം രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇന്ത്യയുമായി കൂടിക്കാഴ്ച നടന്നത്. സമുദ്ര നിയമങ്ങളെക്കുറിച്ചുള്ള UN ഉടമ്പടി പാലിക്കാൻ എല്ലാ രാജ്യങ്ങളും ബാധ്യസ്ഥരാണെന്ന് ചൈനയുടെ പേരെടുത്ത് പറയാതെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു. സമുദ്ര ഭരണഘടന എന്നാണ് UN സമുദ്ര നിയമങ്ങളെ S ജയശങ്കർ വിശേഷിപ്പിച്ചത്. ദേശീയ പരമാധികാരം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഫിലിപ്പീൻസ് ശ്രമങ്ങൾക്കുള്ള പിന്തുണ ഊട്ടിയുറപ്പിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള സമുദ്ര അതിർത്തി പ്രശ്നങ്ങളിൽ മൂന്നാമതൊരു രാജ്യത്തിന് ഇടപെടാനുള്ള അധികാരമില്ലെന്ന് വ്യക്തമാക്കി ചൈനീസ് വക്താവ് ലിൻ ജിയാൻ രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസവും ഇന്ത്യക്കെതിരെ ചൈന രംഗത്തെത്തിയിരുന്നു. തർക്കം നിലനിൽക്കുന്ന അതിർത്തിയിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തിനെതിരെയായിരുന്നു ചൈനയുടെ പ്രസ്താവന. അതിർത്തി പ്രദേശങ്ങളിലെ സമാധാനവും സുസ്ഥിരതയും സംരക്ഷിക്കാൻ ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ചൈന പ്രതിജ്ഞാബദ്ധരാണ്. എന്നാൽ ഇന്ത്യയുടെ നീക്കം സമാധാനം സംരക്ഷിക്കാനോ സംഘർഷം ലഘൂകരിക്കാൻ സഹായിക്കുന്നതോ അല്ല എന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് ആരോപിച്ചിരുന്നു. അതേസമയം ദേശീയ പരമാധികാരം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഫിലിപ്പീൻസിന്റെ അവകാശങ്ങളെ ഇന്ത്യ തുടർന്നും പിന്തുണയ്ക്കുമെന്നും ജയശങ്കർ വ്യക്തമാക്കി. ഫിലിപ്പീൻസിലെ ദേശീയ സുരക്ഷാ ഉപദേശകൻ എഡ്വാർഡോ എമ്മനോ, പ്രതിരോധ സെക്രട്ടറി ഗിൽബർട്ടോ ടിയോഡോറോ, പ്രസിഡന്റ് ബോങ് മാർക്കോസ് എന്നിവരുമായി ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഫിലിപ്പീൻസിന്റെ നിയമാനുസൃത സമുദ്ര പ്രവർത്തനങ്ങൾക്കെതിരെ ചൈന നടത്തുന്ന അപകടകരമായ പ്രവർത്തനങ്ങളെ അമേരിക്കയും അപലപിച്ചിരുന്നു.